ഒരു പതിറ്റാണ്ടിലേറെയായി അടച്ചുപൂട്ടിയിട്ടും എടയാറിലെ ബിനാനി സിംഗ് കമ്പനിക്കെതിരായ പരാതികൾക്ക് അറുതിയില്ല. ഫാക്ടറിയിലെ രാസമാലിന്യങ്ങൾ അടങ്ങിയ മണ്ണ് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുവെന്നാണ് ആരോപണം. രാസവസ്തുക്കളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്ന പരിശോധനാ ഫലം പുറത്തുവന്നിട്ടും ഈ അനാസ്ഥ തുടരുകയാണ്. പെരിയാറിന്റെ തീരത്ത് 110 ഏക്കറിൽ സിങ്ക് ഉൽപാദനം നടത്തിയിരുന്ന എറണാകുളം എടയാറിലെ ബിനാനി സിങ്ക് കമ്പനി 2014 അടച്ചുപൂട്ടുന്നത്. മലിനീകരണ പ്രശ്നങ്ങളും പ്രവർത്തന മൂലധനം വകമാറ്റിയതുമാണ് ബിനാനി സിങ്ക് കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണമായത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഫാക്ടറിയുമായി ബന്ധപ്പെട്ട മലിനീകരണത്തിന് ഇന്നും അറുതിയില്ല. ബിനാനി സിങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട മാലിന്യത്തിൽ അപകടകരമായ തോതിൽ ഘനലോഹങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് പരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ലെഡ്, കാഡ്മിയം, സിങ്ക്, ആഴ്സനിക് തുടങ്ങിയ മൂലകങ്ങൾ അപകടകരമായ തോതിൽ മണ്ണിലുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. സുരക്ഷിതമായി സംസ്കരിക്കേണ്ട മാലിന്യം കലർന്ന മണ്ണ് യാതൊരു കൂസലുമില്ലാതെ തണ്ണീർത്തടം നികത്തുന്നതിനും റോഡ് നിർമ്മാണത്തിനുമായി കയറ്റി അയക്കുന്നുവെന്നാണ് ആരോപണം. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും സസ്യജാലങ്ങൾക്കും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. മാലിന്യം കയറ്റിക്കൊണ്ടുപോയ ലോറികൾ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും തടഞ്ഞിരുന്നു. തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇടപെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും മണ്ണ് കയറ്റി അയക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഗൂഢാലോചനയും അഴിമതിയും ഇതിനു പിന്നിലുണ്ടെന്നും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.